രാജ്യത്തെ ബാധിക്കുന്ന പല വിഷയങ്ങളിലും കോൺഗ്രസ് പാകിസ്ഥാന്റെ ഭാഷയാണെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. ഭരണത്തിലിരുന്നപ്പോൾ ഭരണഘടന പുറംകാലുകൊണ്ട് തട്ടിയവരാണ് ഇന്ന് ഭരണഘടനയുമായി നടക്കുന്നതെന്നും ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പരാജയം ഉറപ്പാണെന്നും മോഹൻ യാദവ് വ്യക്തമാക്കി. ജാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയത്. പ്രതിരോധം, സാമ്പത്തികം ഉൾപ്പെടെ രാജ്യത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിന് പാകിസ്ഥാന്റെ ഭാഷയാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഭീകരവാദികൾക്കും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കും അനുകൂല നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ഭീകരവാദികളോട് ബഹുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. कांग्रेस उसमें सबूत मांगती थी तो वो पाकिस्तान की भाषा बोल रहे हैं. ये तो कांग्रेस के लिए सोचने की बात है कि वो किस लाइन पे जाना चाहते हैं. भारत के अंदर जब भी संकट आया, कांग्रेस से हमेशा उम्मीद के आधार पर लोगों ने धोखा खाया है. कांग्रेस को अतीत के उस काले अध्याय को बंद करना चाहिए जो उन्हें चलाया हुआ है. आप बताइए, कांग्रेस के बड़े बड़े नेता ओसामा जी क्या क्या नाम बोलते हैं. ये आतंकवादियों को जी लगाने का समय है क्या? जिनने संविधान का अपमान किया, हमेशा संविधान में जितने संशोधन कांग्रेस ने किए इतने तो कभी किसी ने किए ही नहीं. ഭാരതത്തിന്റെ സൈന്യം പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചവരാണ് കോൺഗ്രസ് നേതാക്കൾ. ഭീകരവാദികൾക്കൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുത്തുന്നതെന്നും ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും തോൽവി ആവർത്തിക്കുമെന്നും മോഹൻ യാദവ് പറഞ്ഞു. അധികാരത്തിലിരുന്നപ്പോഴെല്ലാം ഭരണഘടനയെ അപമാനിക്കുകയും ആവശ്യാനുസരണം ഭേദഗതി വരുത്തുകയും ചെയ്ത കോൺഗ്രസാണ് ഇന്ന് ഭരണഘടനയുടെ കോപ്പികളുമായി കറങ്ങി നടക്കുന്നതെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.